ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്നൊക്കെ ഞാൻ വിശ്വസിക്കുകയാണ് കേട്ടോ. എനിക്കും സുഖം തന്നെ. ഇങ്ങനെ നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ പോകുന്നു. പിന്നെ ഒരു ഹാപ്പി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പുതിയൊരു ജോലി കയറി. ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഫോർമൽസ് ഒക്കെ എടുക്കാൻ വേണ്ടി പോവാണ്, പുതിയ ജോബിൽ കയറുന്ന അവിടെ ഫോർമൽസ് മാത്രമേ പറ്റുള്ളൂ എന്നൊക്കെ. അപ്പോൾ പുതിയ ജോലി കയറി, അതിൻ്റെ ഫസ്റ്റ് ഡേ ആണിത്. നമ്മൾ എത്രയൊക്കെ നമുക്ക് ലൈഫിൽ നമ്മൾ കുറേ വർക്ക് ചെയ്തിട്ടുണ്ട്, കുറേ സ്ഥലങ്ങളിൽ താമസിച്ചിട്ടുണ്ട്, ഒറ്റയ്ക്ക് താമസിച്ചിട്ടുണ്ട്, അല്ലാതെ താമസിച്ചിട്ടുണ്ട് ഒക്കെ ആണെങ്കിലും നമുക്ക് ഒരു പുതിയതായി ഒരു ജോലി കയറുക എന്ന് പറയുന്നത് നമുക്കൊരു ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലേ? അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ പോവാത്ത ഒരു സ്ഥലത്ത് ചിലപ്പോൾ നമ്മൾ ഇന്റർവ്യൂവിന് പോയിട്ടുണ്ടാവും, പക്ഷെ നമുക്ക് അവിടെ ആരെയും പരിചയമില്ലല്ലോ. അപ്പം നമ്മളൊരു പുതിയ സ്ഥലത്ത് പോവാണ്, ഇനി ആ സ്ഥലത്താണ് നമ്മുടെ ഒരു ഡേയുടെ എന്താ പകുതിയല്ല അതിൻ്റെ മുകളിൽ ഭാഗം നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടത്. അപ്പൊ അവിടെ എങ്ങനെയായിരിക്കും അറ്റ്മോസ്ഫിയർ, എങ്ങനെയായിരിക്കും അവിടുത്തെ ആൾക്കാർ, എങ്ങനെയായിരിക്കും വർക്ക്, എങ്ങനെയായിരിക്കും, അങ്ങനെ എന്തൊക്കെയൊക്കെയോ കാര്യങ്ങളാണ് നമ്മൾ ഇങ്ങനെ ചിന്തിക്കുക. ഭയങ്കര എന്താ ടെൻഷനാണോ എന്തൊക്കെയോ ആണ് മനസ്സിലുണ്ടാവുക. പിന്നെ ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ തലേന്ന് കിടക്കുമ്പോൾ തന്നെ ഫുൾ പ്ലാനിങ്ങും കാര്യങ്ങളും, ഇങ്ങനെ പോകണം, അങ്ങനെ ചെയ്യണം എന്നൊക്കെയുള്ള പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് രാവിലെ എഴുന്നേറ്റു, പരിപാടിയും വീട്ടിലെ രാവിലത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ നേരത്തെ ഇറങ്ങാൻ വേണ്ടി ഫസ്റ്റ് ഡേ ആണല്ലോ, അപ്പം നേരത്തെ എത്താൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തത്. ഫോർമൽസ് ഞാൻ ഇങ്ങനെ അധികം ഇട്ടിട്ടില്ല. ഇന്റർവ്യൂസിനൊക്കെ പോകുമ്പോൾ ഇട്ടിട്ടുണ്ട്, അല്ലാതെ എനിക്ക് ഇങ്ങനെ ഓഫീസിൽ ഫോർമൽസ് മാത്രമേ ഇടാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന അങ്ങനത്തെ ഓഫീസിൽ ഞാൻ വർക്ക് ചെയ്തിട്ടില്ല ഇതുവരെ. അതുകൊണ്ട് ഇത് എനിക്കൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ അങ്ങനെ ഒരുങ്ങുക എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ പരിപാടിയൊന്നുമില്ല. കാരണം മെയിൻ പുരികം വരയും, അതുപോലെ ഐലൈനർ, പിന്നെ ലിപ്സ്റ്റിക്ക്, പിന്നെ മോയ്സ്ചറൈസേഷൻ ക്രീം, പിന്നെ സൺസ്ക്രീൻ, അത് മാത്രമാണ് ഞാൻ യൂസ് ചെയ്യുള്ളൂ. മേക്കപ്പിനോട് എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലായിട്ടോ അത് ചെയ്യുന്നതിനെ കൊണ്ട് ഇഷ്ടക്കേടായതുകൊണ്ടോ ഒന്നുമല്ല. എനിക്ക് മേക്കപ്പ് പ്രൊഡക്റ്റ് വാങ്ങി അതൊക്കെ നമ്മളൊന്ന് ക്ഷമയോടെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഭയങ്കരമായിട്ട് അതിന് ക്ഷമ വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ചെയ്യുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം. അപ്പം നമ്മൾ നല്ല ക്ഷമയോടെ കാര്യങ്ങൾ സമയമെടുത്ത് ഒക്കെ ചെയ്യണം. അപ്പം എനിക്ക് അത്രയും ക്ഷമ ആ കാര്യത്തിലില്ല. പിന്നെ ഇത് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ എപ്പോഴും വാങ്ങണമല്ലോ, അത് പിന്നെ അതൊരു എപ്പോഴും നമുക്കത് പറ്റിയില്ലെങ്കിലോ, അങ്ങനെ അഫോർഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ, അങ്ങനെ ഒരു തോട്ടും കൂടി ഉണ്ട് രണ്ടാമത്. അതുകൊണ്ടാണ് ഞാനത് യൂസ് ചെയ്യാത്തത്. ഇത്രയും മാത്രം ഞാൻ യൂസ് ചെയ്യുന്നത്. കുഴപ്പമൊന്നുമില്ല, ഇത്രയും യൂസ് ചെയ്താൽ തന്നെ എനിക്ക് അത് ഇഷ്ടമാണ്. എൻ്റെ സ്കിന്ന് എനിക്ക് അങ്ങനെ ഇഷ്ടമാണ്. പിന്നെ വല്ലപ്പോഴും ഞാൻ, എൻ്റെ കയ്യിലില്ല, ഇനിയിപ്പോൾ ആരുടെയും കയ്യിലുണ്ടെങ്കിലോ ഫ്രണ്ട്സിൻ്റെ കയ്യിലോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിലൊക്കെ ഞാൻ ഫൗണ്ടേഷനൊക്കെ കല്യാണത്തിൻ്റെ സമയത്തൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ വാങ്ങി വെക്കാറൊന്നുമില്ല. കാരണം ഞാൻ ഒരു തവണ വാങ്ങി വെച്ചിട്ട് ഞാൻ അത് യൂസ് ചെയ്തേയില്ല. എന്നിട്ട് അത് പിന്നെ കളയുകയാണ് ചെയ്തത്, അതിൻ്റെ ഡേറ്റ് ഒക്കെ കഴിഞ്ഞിട്ട്. അതിനുശേഷം ഞാൻ പിന്നെ ആ പരിപാടി നിർത്തി. രാവിലെ കുക്കിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ഞാൻ റെഡിയായി. അത് കഴിഞ്ഞ് ഇറങ്ങി ബസ്സിലാണ് ഞാൻ അങ്ങോട്ടേക്ക് പോയത്. ഇതാണ് എൻ്റെ ഓഫീസ്. ഈ ഓഫീസിൻ്റെ വിഷ്വൽസ് ആണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. അപ്പം അങ്ങോട്ടേക്ക് ഞാൻ നടന്ന് കയറുവാണ്. ഓഫീസിൽ അങ്ങനെ ആൾക്കാരൊന്നും വന്നിട്ടുണ്ടായില്ല, കാരണം നേരത്തെ എത്തിയായിരുന്നു ഞാൻ. അപ്പോൾ 9:30 ആണ് ടൈം. അപ്പോൾ ഞാൻ അതിന് നേരത്തെ എത്തിയത് കൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല. സെക്കൻഡ് ഫ്ലോറിലേക്ക് പോകണം. അപ്പോൾ ഞാൻ ലിഫ്റ്റിലൊക്കെ കയറി. അപ്പോൾ മനസ്സിൽ എന്തൊക്കെയോ ചിന്തകളാണ്. എന്താകും, എങ്ങനെയാകും, എങ്ങനെയായിരിക്കും, എന്തൊക്കെയോ ഞാൻ ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്ന പോലെ, ആദ്യമായിട്ടൊരു ജോബിന് പോകുന്ന പോലെയൊക്കെ ആയിരുന്നു എൻ്റെ മനസ്സിൽ. എന്തൊക്കെയോ ടെൻഷനായിരുന്നു. പിന്നെ ലിഫ്റ്റിൽ കയറിയപ്പോഴത്തേക്ക് ഞാൻ വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് വേറൊരാൾ വന്നു. അപ്പൊ എനിക്ക് പിന്നെ മടിയായി. അപ്പൊ പിന്നെ ഒരു ചമ്മലായി. അത് പിന്നെ ചിരിച്ചത്, അത് പിന്നെ ഫുൾ ആ ലിഫ്റ്റിലുള്ള വീഡിയോ കുറെ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇതാണ് ഓഫീസ്. സെക്കൻഡ് ഫ്ലോറിൽ കയറി പോകുമ്പോൾ ഇങ്ങനെയാണ്. അവിടെ കൗച്ചും കാര്യങ്ങളും TV ഒക്കെ വെച്ചിട്ടുള്ള ഇതാണ്. പിന്നെ ഞാൻ കുറച്ചു നേരം അവിടെ വെയിറ്റ് ചെയ്തു. എന്നോട് അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പം ഞാൻ അവിടെ കുറച്ച് വെയിറ്റ് ചെയ്തു. ടെൻഷൻ ഉണ്ട്, ഇപ്പം ആരും ഇല്ലാത്തത് കൊണ്ട് പിന്നെ വീഡിയോ എടുത്തതാണ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ നടക്കില്ല. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് ലാപ്ടോപ്പും അതുപോലെ നോട്ട് പാഡൊക്കെ കിട്ടി.
എന്നിട്ട് വെള്ളവും ബോട്ടിലും ഒക്കെ അവിടെ നിന്ന് തന്നായിരുന്നു. അപ്പോൾ അതൊക്കെ ഫില്ല് ചെയ്ത് അവർ തന്നെ തന്നു. അത് കഴിഞ്ഞ് സിസ്റ്റൊക്കെ തന്ന് അതൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തേക്കുവാണ്. നോട്ട് പാഡും ഉണ്ട്. പിന്നെ വർക്ക് ഫസ്റ്റ് ഡേ ആണെങ്കിലും വർക്കിന് കുറവൊന്നും ഉണ്ടായില്ല. അങ്ങനെ വർക്ക് ഇല്ല എന്നൊന്നുമല്ല, വർക്കൊക്കെ ചെയ്തായിരുന്നു. ഫസ്റ്റ് ഡേ തന്നെ എനിക്ക് അത്യാവശ്യം വർക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ ചെയ്തു. നമുക്ക് ഓരോ ടൈം ഓരോ ടെൻഷനാണല്ലേ. ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഇതിപ്പോ നമുക്ക് ജോലിയൊന്നും കിട്ടാതാകുമ്പോൾ നമ്മൾ അയ്യോ എനിക്ക് ജോലിയൊന്നും ഇല്ലല്ലോ, എന്താ ചെയ്യുക, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ആലോചിച്ചിട്ട് നമ്മൾ ടെൻഷൻ അടിക്കും. ഇനിയിപ്പം നമുക്ക് ജോലി കിട്ടിയെങ്കിൽ ജോലിക്ക് പോവണമല്ലോ, ഇനിയിപ്പോൾ നമുക്ക് ടൈമില്ലല്ലോ, നമ്മുടെ കാര്യങ്ങൾ വേറെ പുറത്തു പോകാനോ അതിനൊന്നും ടൈമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് വർക്ക് ലൈഫ് ബാലൻസ് ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ടെൻഷൻ അടിക്കും. നമ്മൾ ജോലിക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അയ്യോ നമുക്ക് എനിക്ക് ജോലിയൊന്നും കിട്ടുന്നില്ലല്ലോ, അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കും. നമുക്ക് ഓരോ നേരം ഓരോ കാരണങ്ങളല്ലേ ടെൻഷൻ അടിക്കാൻ. അപ്പം ഞാൻ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു 11 മണിയാകുമ്പോൾ പിന്നെ ഒരു ഫ്രൂട്ട്സ് കഴിച്ചായിരുന്നു. വാട്ടർമെലനാണ് കഴിച്ചത്. അത് കഴിഞ്ഞ് വാഷ്റൂം പോയിട്ട് ഞാൻ ഡ്രസ്സ് ഫുള്ളായിട്ടുള്ള വീഡിയോ അല്ല, ഡ്രസ്സ് ഫുള്ളായിട്ടുള്ളത് നിങ്ങൾ കാണിച്ചില്ലല്ലോ, അതുകൊണ്ട് ഞാൻ അങ്ങനെ ഫുള്ളായിട്ട് കാണാൻ വേണ്ടി പിന്നെ അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ഫുഡ് ഞാൻ കൊണ്ടുപോയായിരുന്നു. ഓഫീസിൽ ഫുഡ് ഉണ്ട് എല്ലാവർക്കും, പക്ഷെ എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ ഞാൻ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഞാൻ കൊണ്ടുപോയി. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഫുഡ് കഴിച്ചു. അല്ലാത്ത അവര് കൊണ്ടുവരാത്തവരെ അവര് അവിടുന്ന് ഓഫീസിൽ നിന്നുള്ള ഫുഡ് എടുത്തിട്ടാണ് കഴിച്ചത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുഴപ്പമില്ല. ആൾക്കാരോടൊക്കെ അത്യാവശ്യം ഇങ്ങനെ ഫസ്റ്റ് ടൈം ആണല്ലോ, അപ്പം നമ്മളിങ്ങനെ ഓരോ പ്രോസസ്സ് ഉണ്ടല്ലോ. ഒരാളെ കാണുക, അവർ മുഖത്ത് നോക്കുക, പിന്നെ ചിരിക്കുക, അങ്ങനെ കുറെ പ്രോസസ്സ് ഉണ്ടല്ലോ. അത് കഴിഞ്ഞല്ലേ പിന്നെ സംസാരം, പിന്നെ ഗ്രാജുവലി ഡെവലപ്പ് ആവുള്ളൂ ഓരോ റിലേഷൻഷിപ്പ്. അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. അത് കഴിഞ്ഞ് എനിക്ക് ഒരു പ്രിന്റ് ഔട്ട് എടുക്കണമായിരുന്നു. സർട്ടിഫിക്കറ്റിന്റെ ഒക്കെ, എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റിന്റെ ഒക്കെ പ്രിന്റ് ഔട്ട് എടുക്കണമായിരുന്നു, അത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ലിഫ്റ്റിൽ കയറി താഴോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ ലിഫ്റ്റിൽ ആരും ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് സമാധാനത്തിൽ വീഡിയോ എടുക്കാൻ പറ്റി. എന്നിട്ട് പുറത്ത് തൊട്ടടുത്താണ്, ഓഫീസിന്റെ തൊട്ടപ്പുറത്തുള്ളൊരു കടയാണ്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ദൂരം നടക്കൊന്നും വേണ്ട. അപ്പോൾ അവിടെ പോയി അങ്ങനെ ഫോട്ടോസ്റ്റാറ്റൊക്കെ എടുത്തു. അതൊരു സ്റ്റുഡിയോ കൂടിയുള്ള ഒരു ഫോട്ടോസ്റ്റാറ്റ് കടയായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഇതിലൊക്കെ ഇങ്ങനെ തൂക്കിയിട്ട് കുറെ വീട്ടിലൊക്കെ ഇങ്ങനെ തൂക്കിയിടൂലേ, ഇങ്ങനെ ലൈറ്റ് ഒക്കെ വെച്ചിട്ട് ചെറിയ ചെറിയ ഫോട്ടോസ്, അതിന് അത് അവിടെ ഉണ്ട്. അപ്പൊ ഞാൻ അതിന് എങ്ങനെയാണ് കാര്യങ്ങൾ, എത്രയാണ് പൈസ എന്നൊക്കെ ചോദിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ തിരിച്ച് നേരെ ഓഫീസിലേക്ക് കയറി. ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ടുണ്ട്, കയ്യിലുണ്ട്. പിന്നെ വീണ്ടും ലിഫ്റ്റിൽ കയറിയിട്ട് മുകളിലോട്ട് പോവാണ്. 1 മണിക്കാണ് ബ്രേക്ക് എടുത്തത്. അപ്പൊ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഇത് വാങ്ങിച്ചു കൊണ്ടുവന്ന് അത് കൊടുക്കണം. അപ്പത്തേക്കിന് 2 മണിയാകും. അത് കഴിഞ്ഞ് പിന്നെ വർക്ക് തുടങ്ങണം. പിന്നെ കൂടെ വരാനൊന്നും ആൾക്കാരൊന്നും എപ്പോഴും ഒന്നും ഉണ്ടാവല്ലോ, ഇത് ഒന്നാമത് പരിചയമില്ലാത്ത സ്ഥലം. പിന്നെ എന്തായാലും നമ്മൾ അങ്ങനെ എല്ലാരും എക്സ്പെക്ട് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യുക, അത്ര തന്നെ. അങ്ങനെ ഫോട്ടോസ്റ്റാറ്റും ഒക്കെ എടുത്ത് ഞാനങ്ങനെ ഓഫീസിലേക്ക് കയറുവാണ്. ഡോറ് ഓപ്പൺ ചെയ്തിട്ട് കയറുവാണ്. പിന്നെ വീണ്ടും വർക്ക് സ്റ്റാർട്ട് ചെയ്തു. വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ആലോചിച്ചിട്ട് ഞാനിങ്ങനെ സ്റ്റക്കായി ഇങ്ങനെ ഇരിക്കും, ഓരോന്ന് ആലോചിക്കാൻ വേണ്ടി. ചിലപ്പം നോട്ട് പാഡ് എടുത്തിട്ട് പെണ്ണെടുത്തിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പൊ ആരെങ്കിലും നോക്കും, എന്താ എന്ത് പറ്റി, ഞാൻ പറയില്ല ആലോചിക്കലാ. അതുപോലെ സിസ്റ്റം നോക്കിയിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കും. അപ്പൊ അപ്പോഴും ചോദിക്കും എന്ത് പറ്റിയെന്ന്. അപ്പൊ ഞാൻ പറയാം ആലോചിക്കുന്നതാണ്. അപ്പൊ കുറച്ച് ആൾക്കാർക്ക് അത് മനസ്സിലാവാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും, ചോദിക്കും. പിന്നെ അവർക്ക് മനസ്സിലാവും ആലോചിക്കുന്നതാ. അതുകൊണ്ട് പിന്നെ അവർ പിന്നെ ചോദ്യമൊന്നും ഉണ്ടാവില്ല, അവർക്ക് മനസ്സിലാവും. അതാണ് ഞാൻ പറഞ്ഞത്, ഗ്രാജുവലി ഓരോ റിലേഷൻഷിപ്പിന്റെ ഒരു ഡെവലപ്മെന്റ് ആണ്. നമ്മൾ ഫസ്റ്റ് ഒരാളെ ഫേസിൽ നോക്കി അവരോട് ചിരിച്ചു, ഹായ് പറഞ്ഞു, പേര് ചോദിച്ചു. പിന്നെ അങ്ങനെ ഓരോ ദിവസം ഗ്രാജുവലി ഡേ ബൈ ഡേ നമ്മളിങ്ങനെ സംസാരിച്ച് കാര്യങ്ങൾ അന്വേഷിച്ച് അവരുടെ കാര്യങ്ങൾ നമ്മളും അന്വേഷിച്ച് എങ്ങനെയൊക്കെ ഉണ്ട്, നമുക്ക് സംസാരിക്കുന്ന ആളാണോ, എങ്ങനത്തെ ആളാണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി അങ്ങനെ ഗ്രാജുവലി ആ റിലേഷൻഷിപ്പ് ഡെവലപ്പ് ആവുകയാണ്. അപ്പോഴും അവർക്ക് മനസ്സിലാവും നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും, നമുക്ക് അവർ ചെയ്യുന്ന കാര്യങ്ങളും മനസ്സിലാവും. അപ്പൊ ഇന്നത്തെ എൻ്റെ ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. ഫസ്റ്റ് ഡേ കംപ്ലീറ്റ് ചെയ്ത്. അപ്പോൾ 5:30 വരെയാണ്
ഓഫീസുള്ളത്. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് താഴോട്ട് പോകാൻ വേണ്ടിയിട്ട് ലിഫ്റ്റിൽ കയറി താഴോട്ടേക്ക് പോവാണ്. എന്തോ ഭയങ്കര ഒരു സമാധാനം ഉണ്ടായിരുന്നു. കാരണം ഫസ്റ്റ് ഡേ എന്നുള്ളത് എൻ്റെ മനസ്സിൽ ഭയങ്കര ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. എങ്ങനെ അത് കടന്നു പോകും, എന്തൊക്കെയായിരിക്കും, അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ഒന്നും നല്ലതായിരുന്നു, ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല. നല്ല സമാധാനത്തിൽ തന്നെ കാര്യങ്ങളൊക്കെ പോയി. അതുകൊണ്ട് സന്തോഷത്തോടെയാണ് ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നത്. ഞാൻ തിരിച്ചിട്ട് ബസ്സിൽ തന്നെയാണ് വീട്ടിലേക്ക് പോവുക. അപ്പോൾ ബസ് സ്റ്റോപ്പ് കുറച്ചടുത്താണ്. ഒരു 5 മിനിറ്റ് ഉണ്ടാവില്ല, അത്രയും ദൂരം ഉണ്ടാവുള്ളൂ നടക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അങ്ങോട്ട് നടന്നിട്ട് അങ്ങനെ ബസ് സ്റ്റോപ്പിലേക്ക് പോയി. എനിക്ക് ഈ റോട്ടിൽ നിന്നൊക്കെ വീഡിയോ എടുക്കാനേ ഭയങ്കര മടിയാണ്. ഞാൻ തുടക്കക്കാരിയാണല്ലോ. അപ്പം ഇങ്ങനെ ആൾക്കാരുള്ളപ്പോൾ, പിന്നെ അതുപോലെ റോട്ടിൽ നിന്ന് ഒക്കെ വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ മടിയാണ്. ആൾക്കാർ നോക്കുമ്പോൾ ഒരു ചമ്മലാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ചൊക്കെ എങ്ങനെയോ ആളും ഇല്ലാത്ത സ്ഥലം നോക്കി എങ്ങനെയോ കുറച്ച് എന്തെങ്കിലും എടുത്ത് അപ്പോഴത്തേക്ക് തന്നെ ഓഫ് ചെയ്യും. അങ്ങനെയാണ് ചെയ്യുന്നത്. ഭയങ്കര അതിനുള്ള ആ ഒരു ഇതൊന്നും വന്നില്ല എനിക്ക്. ഇങ്ങനെ ആളെ കൂട്ടത്തിൽ നിന്ന് ഹലോ ഗൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്യില്ലേ, നല്ല ഒരു മടിയില്ലാത്ത നല്ല രീതിയിൽ. അപ്പോൾ എനിക്ക് അതിനുള്ള ആ ഒരു ഇതൊന്നും വന്നിട്ടില്ല. വരുമോന്നും അറിയില്ല. പക്ഷെ നമുക്ക് അത് സെറ്റാക്കാം. കുറച്ച് ഗ്രാജുവലി അത് സെറ്റായി വരുന്നു വിചാരിക്കുന്നു. അങ്ങനെ ബസ്സിലാണ് പോകുന്നത്. അങ്ങനെ തിരിച്ച് ബസ്സിൽ കയറി ഇങ്ങനെ പോവാണ്. കുറച്ച് ദൂരമുണ്ട് ഓഫീസിലേക്ക്. പിന്നെ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. അങ്ങനെ ഇങ്ങനെ വീട്ടിലേക്ക് പോയി. ഞാൻ തിരിച്ചെത്തിയിട്ടുണ്ട് അങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട്. രാവിലെ ഞാൻ പോകുമ്പോൾ എനിക്ക് പ്രോപ്പറായിട്ടുള്ളൊരു ഹായ് ഒന്നും പറഞ്ഞിട്ട് വീഡിയോ തുടങ്ങാനൊന്നും പറ്റിയിട്ടുണ്ടായില്ല. കാരണം അറിയാലോ, രാവിലെ പോകുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കും, കുറേ പണിയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് നമ്മൾ പോകുമ്പോൾ. അതുമാത്രമല്ല, പിന്നെ ഫസ്റ്റ് ഡേ കൂടി ആയതുകൊണ്ട് കുറച്ചും കൂടി വെപ്രാളമെന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു ഇതായിരുന്നു. കാരണം എങ്ങനെയാണ് ആ ടൈം എത്തണം, എങ്ങനെ ഇറങ്ങണം, ഇങ്ങനെ പോകണം, അതൊന്നും വലിയ ഐഡിയ ഒന്നുമില്ല. അപ്പോൾ ബസ്സിൻ്റെ ടൈമും കാര്യങ്ങളൊന്നും വലിയ ഐഡിയ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഒരു വെപ്രാളവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ പിന്നെ രാവിലെ എനിക്കൊരു പ്രോപ്പർ ഹായ് ഒന്നും പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള ഒരു വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതാണ് ഞാൻ ഈവനിങ് വന്നേക്കുന്നത്. അപ്പോൾ എന്താണ് ഞാൻ ഫസ്റ്റ് ഡേ ഓഫ് മൈ ജോബ് എങ്ങനെയുണ്ട് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അപ്പം ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ടെൻഷനായിരുന്നു എനിക്ക്. എന്തിനാണ് ടെൻഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഇത് ഫസ്റ്റ് കമ്പനിയൊന്നും അല്ലല്ലോ, എൻ്റെ ഫസ്റ്റ് ജോബൊന്നും അല്ല, കുറേ മാറിയിട്ട് വരുന്ന ജോബാണിത്. എന്നിട്ടും ഒരു ടെൻഷനാണ്. കാരണം പുതിയ ആൾക്കാർ അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതെങ്ങനെയാവും, സെറ്റ് ആവുമോ എന്നുള്ളതിൻ്റെ ആ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പം അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. 1 ഡേ കൊണ്ടുള്ള രീതി എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല അറ്റ്മോസ്ഫിയറാണ്. ഞാൻ വിചാരിച്ച പോലത്തെ ഒരു ജോബാണ് എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. അതിൽ ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ കൂടുതലും ഇങ്ങനെ മുന്നോട്ട് പോയി നല്ലതാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇനി ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത എൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതാണ്. മാക്സിമം എനിക്ക് പറ്റാവുന്നതൊക്കെ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഉള്ള മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇനി ഫോർമൽസിലായിരിക്കും എന്നെ കൂടുതൽ കാണുക എന്നുള്ളതാണ്. കാരണം ഞാൻ ഇത്രയും നാൾ ഞാൻ കാഷ്വൽസ് ആയിരുന്നു കൂടുതലും. പിന്നെ വർക്ക് ചെയ്യുന്ന സ്ഥലത്തൊക്കെ കാഷ്വൽസ് ആയിരുന്നു. ഞാൻ ഇതുവരെ ഫോർമൽസ് ഇടുന്ന സ്ഥലത്ത് വർക്ക് ചെയ്തിട്ടില്ല. പക്ഷെ ഇപ്പോൾ ഫോർമൽസ് എന്തായാലും വേണം. അങ്ങനത്തെ ഒരു കമ്പനിയാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഫോർമൽസിലായിരിക്കും തന്നെ ഷർട്ടും പാൻറ്റൊക്കെ ഇട്ടിട്ടായിരിക്കും എന്നെ കൂടുതലും കാണുന്നുണ്ടാവുക. ഇനി അല്ലാതെ ഡ്രസ്സുകൾ ഇട്ടിട്ട് ഞാൻ മാക്സിമം നോക്കാം. എപ്പോഴും ഒരേ ഡ്രസ്സ് തന്നെ കണ്ടാൽ നിങ്ങൾക്ക് ബോറടിക്കുമല്ലോ അല്ലേ. അതുകൊണ്ട് ഞാൻ മാക്സിമം നോക്കാം. ഇപ്പം ഞാൻ നൈറ്റാണ് മാക്സിമം ഷൂട്ട് ചെയ്യാറ്. കാരണം ഓഫീസ് കഴിഞ്ഞ് വന്നിട്ട് ആണ് ഞാൻ ഷൂട്ട് ചെയ്യാറ്. അപ്പോൾ ആ ഡ്രസ്സ് തന്നെ അങ്ങ് ഷൂട്ട് ചെയ്യുകയാണ് ചെയ്യാൻ മിക്കപ്പോഴും. അപ്പോൾ ഇനിയിപ്പോൾ അത് ഞാൻ നോക്കിയും കണ്ടും ചെയ്യാം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ. എന്താണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എൻ്റെ വീഡിയോ എന്നൊക്കെ ഉള്ളത് എന്നെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് വരാം കേട്ടോ. ഓക്കെ, ബൈ.